ഞാനെന്റെ ആദ്യ ഭാര്യയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നാ ഇവൾക്ക് സംശയം. ഇതെന്റെ പ്രശ്നമായിട്ട് ലേശം ബന്ധമുണ്ടല്ലോ. ഇയാൾ പറയുന്നത് നേരാണോ? എനിക്ക് സംശയം ഉണ്ടെന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഈ കാര്യം ഞാൻ ചോദിച്ചാ ഇങ്ങേർക്ക് ദേഷ്യം വരും. അപ്പോ ഇങ്ങേരെന്നെ തല്ലും, ഭീഷണിപ്പെടുത്തും. സത്യമാണോ? നിങ്ങൾ ഇവരെ തല്ലാറുണ്ടോ? എപ്പോഴും തല്ലാറില്ല. പക്ഷേ സഹികെട്ട് ഇന്നലെ ഞാൻ ഇവളെ തല്ലി. ഭാര്യയെ ഒരു സംശയമുണ്ടായി എന്നതിന്റെ പേരിൽ അവരെ തല്ലുന്നത് ശരിയാണോ? പറയൂ. ശരിയല്ലെന്ന് എനിക്കറിയാം സർ. പക്ഷേ ഇന്നലെ എന്റെ കൺട്രോള് പോയി. ഞാൻ ഇവളൊന്ന് തല്ലിപ്പോയി. ഭാര്യ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അവർക്ക് ആ സംശയം ഉണ്ടായത്. നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണമെന്നും അവര് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്നും അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ വേണ്ടത് ക്ഷമയോടെ അവരുടെ അത്തരം സംശയങ്ങൾ പറഞ്ഞു തീർക്കണം. എന്നിട്ട് ഒരേ മനസ്സോടെ ജീവിക്കണം. അതല്ലേ വേണ്ടത്. കൃത്യസമയത്താണല്ലോ ഞാൻ വന്നത്. വീട്ടിൽ നിന്നോട് വഴക്കിട്ട് പോകുന്ന ഇങ്ങേര് വഴക്ക് തീർക്കുന്ന മധ്യസ്ഥൻ. മരണം വരെ നിങ്ങൾ ഒരുമിച്ചാ ജീവിക്കേണ്ടത്, ഒരേ മനസ്സോടെ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ എ പാർട്ട്ണർ. അതുകൊണ്ട് ഒരിക്കലും പിണങ്ങരുത്. ദാ നോക്ക്, ഞാനിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലില്ലെന്ന് എൻ്റെ ഭാര്യയ്ക്കറിയാം. ഭാര്യ ഊണും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. അല്ല, നിങ്ങൾ ഊണ് കഴിച്ചോ? ഇല്ല. സന്തോഷത്തോടെ രണ്ട് തമാശയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വാ. ബാക്കി അപ്പ പറയാം. ആ, കേറി വാ. ലഞ്ച് എന്ന പേരിലുള്ള ഒരു ഡ്രാമ കളിച്ച് സ്വയം നിരപരാധിയാവാൻ നോക്കുകയാണോ? ഞാൻ നിരപരാധിയൊന്നും അല്ല. കാർത്തിയേട്ടന്റെ നോട്ടത്തില് ഞാൻ മൈഥിലിയോട് ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ കാർത്തിയേട്ടനെയും നമ്മുടെ കുടുംബത്തെയും ഉപദ്രവിച്ചവളാ അവള്. അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മീനാക്ഷി, നിലവാരമില്ലാത്ത പണി ചെയ്തതിലുള്ള ദേഷ്യം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. ഞാൻ പക്വതയില്ലാതെ പെരുമാറുന്ന ഒരു പമ്പര വിട്ടിയല്ല. ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യ. പക്ഷേ ഈ ചോറ് എനിക്ക് വേണ്ട. അയ്യോ, ഒരു ഇലയിൽ നിന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ റെഡി. ഞാൻ വാരിത്തരാം. എനിക്കും വാരിത്തരണം. അയ്യോ, വല്ല പ്രതികളും കണ്ടാലോ? തെളിയാത്ത എല്ലാ കേസും ഞാൻ അവന്മാരുടെ തലയിൽ വയ്ക്കും. ഇവരെല്ലാവരും എന്തോ ടെൻഷനിലാ. എന്താ കാര്യം നിനക്കറിയോ? എനിക്കറിയില്ല. എന്തോ കാര്യമുണ്ട്. അവൾ ഇക്കൂടെ ഇല്ലല്ലോ. ആ മീനാക്ഷി അവളെവിടെ പോയി? അവള് മുറിയിലുമില്ല. ആ കുഞ്ഞു? ആ കുഞ്ഞെന്ന് അവജ്ഞയോട് പറയാതെ. അത് നീ പറ്റ കുഞ്ഞല്ലേ. നിനക്ക് അതിനോട് ഒരു വികാരവും ഇല്ലേ? ഓ, എന്ത് വികാരം. ആ കുഞ്ഞെവിടെ ഉണ്ടോ? അത് ആ തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കരയുമ്പം ദേ ആ നന്ദിനി പോയി എടുത്തോളൂ. അപ്പൊ അവളെവിടെ പോയി ആ മീനാക്ഷി? അതാ എന്റെ സംശയം. അവളിനി അവന്റെ ഓഫീസിലെല്ലാം പോയി കാണോ? ഓഫീസിലേക്ക് പോയ മീനാക്ഷിയുടെ കാര്യം എന്തായി മോളെ? അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. ഓ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ.
നാരങ്ങാ നീര് കൊടുത്ത് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നത് പോലെ ഊണും കഴിച്ച് രണ്ടുപേരും കൂടി ആ പ്രശ്നം അവസാനിപ്പിക്കുന്നു. മുത്തശ്ശിക്ക വലിയ ടെൻഷൻ. അവളെ അവന്റെ അടുത്തേക്ക് അയച്ചിരിക്കുക, ഒരു സംശയവും വേണ്ട. എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ എങ്ങനെ പോയി? നീ യക്ഷയെ പോലെ കണ്ണും ജ്വലിപ്പിച്ച് പ്രേതഗാനവും പാടി ചെമ്പകമംഗലത്ത് മുഴുവൻ അലയല്ലേ. എന്നിട്ടും അവള് പോയത് കണ്ടില്ലേ? മീനാക്ഷി ഒന്ന് വിളിച്ചു നോക്കാമോ മോളെ? വിളിക്കണ്ടമ്മേ, ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാം. മോളെ എന്തായി? മെസ്സേജ് വന്നോ? അമ്മയുടെ മീനാക്ഷിയുടെ മെസ്സേജ് വന്നു. അവർ തമ്മിലുള്ള പിണക്കം മാറി. രണ്ടുപേരും ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുകയെന്ന്. ഓ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ, ദാ ഇത്രയേ ഉള്ളൂ കാര്യം. അവരെ ഈ ജനാർദ്ദന കൈബണ്ട കൊച്ചുമക്കളാ. ഓ, പിണക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കത്തില്ല. നിന്റെ കൂടെ നടക്കുന്ന എന്നെ ചീഞ്ഞ കവളി മടൽ കൊണ്ട് അടിക്കണം. നീ ഒരു ശാപം പിടിച്ചവളാ. ജഗദീഷേട്ട എങ്ങനെ കണ്ടുവന്നാലേ ഇന്നിവിടെ മാലതീവധം കഥകളി നടക്കും. കാർത്തി എന്താ ഇത്രയും വൈകുന്നേ? ഓഫീസിൽ നിന്ന് വരേണ്ട നേരം കഴിഞ്ഞല്ലോ. ഇതിനകത്തുള്ള ശല്യങ്ങൾ വന്ന് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് കാർത്തി ഒന്ന് വന്നാ മതിയായിരുന്നു. കാർത്തി ഇതെവിടെ പോയി? ഇവളെന്താ അവിടെ പമ്മി നിൽക്കുന്നേ? ഒരു ബാഗും ഉണ്ടല്ലോ. ആ, ഇനി മടുത്തിട്ട് പെട്ടിയും കിടക്കെ എടുത്ത് സ്ഥലം വിടുവാണോ? എന്തായാലും എന്താ പരിപാടി എന്നൊന്ന് നോക്കണം. കാർത്തി, മൈഥിലിയോ? ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ബാഗൊക്കെ ഉണ്ടല്ലോ. എന്താ മൈഥിലി? ഞാൻ പോവാ കാർത്തി. എന്തോ ഒരു ഉടായ്പാണല്ലോ. ചിരിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് പോവാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഒരു ലക്ഷ്യമില്ല, മുന്നിൽ ഇരുട്ട് മാത്രം. ഞാൻ ആർക്കും വേണ്ടാത്തവൾ, അനാഥ. മറ്റുള്ളവർക്ക് ഒരു ശല്യമായി ജീവിക്കാൻ നിൽക്കാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. സൂയിസൈഡ് ചെയ്യാനാണോ ഉദ്ദേശം? ഒരുപക്ഷെ അത് ചെയ്തേക്കാം. എന്തായാലും രാത്രി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണ്ട. പോവാണെങ്കിലും രാവിലെ പോയാ മതി. അതേറ്റു. കാർത്തികേട്ടൻ പോലേ മൈഥിലി പോലേ മൈഥിലി എന്ന് പറയുന്നതായിരിക്കും ഇവള് കരുതിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റ് എത്ര നാളും ഞാനിവിടെ ജീവിക്കും? അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പോകുന്നത്. മൈഥിലി അങ്ങനൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ എന്റെ വീട്ടുകാർ മൈഥിലിയെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരിയും മൈഥിലി തന്നെയല്ലേ? അതല്ല കാർത്തി,
എന്നെ കൊല്ലാനായിട്ട് പോയിസൺ തന്നവളാ മീനാക്ഷി. എങ്ങനെയാ കാർത്തിക്കിന് ഇത്ര വേഗം അവളോട് ക്ഷമിക്കാൻ കഴിയുന്നത്? നീ എന്റെ ഭാര്യയായിരിക്കുമ്പോ മറ്റൊരുത്തനുമായിട്ട് ഒളിച്ചോടിയതിലും വലുതൊന്നുമല്ലല്ലോ മീനാക്ഷി ചെയ്തത്. ഇവക്ക് ചെവി അടച്ചടി കിട്ടിയതുപോലെയായി. നീ എന്നെ വഞ്ചിച്ചവളാ. പക്ഷേ മീനാക്ഷി എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാ. മാത്രമല്ല മീനാക്ഷി എന്റെ ഭാര്യ. താൻ പല പ്രാവശ്യം അവളെ ഉപദ്രവിച്ചപ്പോൾ അവൾ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തനിക്ക് തന്നു. അത്രേ ഉള്ളൂ. സാഹചര്യം കൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ചെറിയ തെറ്റൊന്നും അല്ലല്ലോ നിനക്ക് പറ്റിയത്. നീ എന്റെ മനസ്സ് തകർക്കുകയും എനിക്ക് മാനഹാനി വരുത്തിയവളുവാ. അങ്ങനെ തന്നെ കൊടുക്കങ്ങോട്ട്. എനിക്കങ്ങ് ഇഷ്ടമായി. മൈഥിലി ചെയ്ത പാപം വെച്ച് നോക്കുമ്പോൾ മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മരുന്ന് അവൾ എനിക്ക് തന്നതുകൊണ്ടായിരിക്കും ഞാൻ വല്ലാതെ ക്ഷീണിതയാ. രാത്രി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. നാളെ രാവിലെ ആകുമ്പോൾ മാറിക്കോളും. രാവിലെ കുളിച്ച് ഫ്രഷായി എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും ഇത്രയും നാളും ഇവിടെ നിന്നല്ലേ. അപ്പോ ഞാനിവിടുന്ന് പോണോന്ന് തന്നെയാണോ കാർത്തി പറയുന്നത്? പോണോന്ന് പറഞ്ഞത് മൈഥിലി തന്നെയല്ലേ? ഞാൻ മൈഥിലിയോട് പോവാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും മൈഥിലി തന്നെ തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്ന്. ആ അവിടെ മീനാക്ഷി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. ഇന്നും ഫസ്റ്റ് നൈറ്റ് ആണോ? ഒരു മാസത്തോളം ഉണ്ടാവുമല്ലോ ഈ ഫസ്റ്റ് നൈറ്റ്. അയ്യടാ, ഈ പാല് കണ്ടിട്ടാണെങ്കിലേ തുള്ളണ്ടാട്ടോ. ഇത് സാധാരണ നൈറ്റിലേക്ക് കാർത്തേട്ടിന് തരുന്ന പാലാ. കഷ്ടം. ഞാൻ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും എന്നാ കരുതിയത്. പണ്ടൊക്കെ ഓണത്തിന് എനിക്കുണ്ടാവുന്ന നിരാശയാ ഇപ്പം എനിക്കുണ്ടായത്. അതെന്താ? അത്തം പറഞ്ഞാൽ പിന്നെ ഓണം തുടങ്ങുകയല്ലേ. പക്ഷേ ചതയം കഴിയുമ്പോൾ ഓണം തീർന്നു എന്ന് എല്ലാവരും പറയും. പിന്നെ എനിക്ക് നിരാശ. ചിങ്ങമാസം മുഴുവൻ ഓണം വേണമെന്നാ എൻ്റെ മോഹം. കാർത്തേട്ടന് മൈഥിലിക്ക് കൊടുത്ത മറുപടി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മീനാക്ഷി അത് കേട്ടോ? കേട്ടു. നിങ്ങൾ തമ്മിൽ ആ സംസാരം നടക്കുമ്പോ ഞാനവിടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവള് പോവാൻ പോകുന്നു. എവിടെ പോവാൻ? ഡിവോഴ്സ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനൊന്ന് മയത്തിൽ പെരുമാറുന്നു. അത് മുതലെടുത്ത് അവള് മീനാക്ഷിയെ കുറ്റം പറയുന്നു. ഞാൻ വിടുവോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ അവള് തലേ കയറും കേട്ടോ. ആ മൈഥിലി ഇപ്പൊ അരപ്പിരിയോ? മുഴുപ്പിരിയാവുന്നതിന് മുൻപ് ഡിവോഴ്സ് കിട്ടിയാ മതിയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ മീനാക്ഷി കൂടുതൽ കൂടുതൽ സുന്ദരിയാവുക. ഇന്ന് ഒരു യവന സുന്ദരിയെ പോലെ. ഒന്ന് പോകാർത്തേട്ടാ. ആ നമുക്കേ സാറ്റ് കളിക്കാം. ആ അത് കൊള്ളാം.
ഞാൻ നിന്റെ കണ്ണ് പൊത്താം, നീ എന്നെ കണ്ടുപിടിക്കണം. തിരിച്ചായാലോ? ഞാൻ കാർത്തിയേട്ടനെ കണ്ടേട്ടാ, കാർത്തിയേട്ടൻ എന്നെ കണ്ടുപിടിക്കണം. ആ, ശരി, എന്നാലും അങ്ങനെ. തിരിഞ്ഞേ. ഏയ് ദേ, പതുക്കെ കെട്ടിയാൽ മതിയെന്ന്. അതൊന്നും പറ്റില്ല, മുറുക്കെ കെട്ടും. കള്ളത്തരം കളിയ വേണ്ടാട്ടോ. ആ, ശരി, ആരംഭിക്കാം. ദേ, ഈ മുറിക്കാതാണേ, പുറത്തേക്ക് പറ്റില്ല. ആ, ഓക്കെ. ഏയ്, ഛേ, ഇതെന്താ, കണ്ണു കെട്ടിയത് ശരിയായില്ലേ? കാർത്തിയേട്ടൻ എന്റെ പിന്നാലെ തന്നെ വരുവാണല്ലോ. കിട്ടി കിട്ടി. കാർത്തിയേട്ടാ, ഞാൻ കളി ജയിച്ചേ. എന്തോ ഉടായ്പുണ്ടല്ലോ. കണ്ണു കാണായിരുന്നോ? ഏയ് ഇല്ല. പക്ഷെ എന്നെ കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു സൂത്രം കാർത്തിയേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. അതെന്താ? പറയട്ടെ? പറയണം. പറയാം. എൻ്റെ മീനാക്ഷി നടന്നു പോകുന്ന വഴിയിൽ ഒരു ദിവ്യ സുഗന്ധമുണ്ട്. കുടമുല്ലപ്പൂവിൻ്റെ മണം. മോളെ മീനാക്ഷി, എന്താ അമ്മേ? മോളെ, ഞാൻ കോടതിയിലേക്ക് പോവാം. മോളുടെ പ്രാർത്ഥന വേണം അച്ഛന് വേണ്ടി. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നേ? ഞാൻ എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അമ്മ സമാധാനമായിട്ട് പോയിട്ട് വാ, ഒന്നും ഉണ്ടാവില്ല. എന്റെ അച്ഛൻ നിരപരാധിയാണ്. അച്ഛനെ കോടതി വെറുതെ വിടും. മോനെ, അമ്മ പോയിട്ട് വരാം. ശരി അമ്മേ. വല്യമ്മാവൻ നേരത്തെ പോയാ? ആ, അച്ഛൻ നേരത്തെ പോയി. വക്കീലിനെ മറ്റോ കാണാനുണ്ട്. വല്യമ്മാവൻ ഒരു പ്രശ്നത്തിനും പോകുന്ന ആളല്ലല്ലോ. പിന്നെന്തിനാ മാധുര്യമായി ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. നല്ല ലൈഫായിരുന്നു ഞങ്ങളുടേത്.
എന്താ മീനാക്ഷി ആലോചിക്കുന്നത്? ഒന്നുമില്ല. കോടതിയിലേക്ക് നിനക്കും കൂടി പോകാറുന്നില്ലേ മീനാക്ഷി? വിധി വരുന്ന ദിവസമല്ലേ? ഞാൻ പോവാത്തതിന് കാരണമുണ്ട് കാർത്തിയേട്ടാ. എന്ത് കാരണം? അമ്മയും അമ്മായും ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ അവിടെ വിശ്വസിച്ച് കിടത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ കുഞ്ഞിനെ അവൾ റാഞ്ചിക്കൊണ്ട് പോവും. ഇവിടെ പറന്ന് നടക്കുന്ന പരുന്ത് മൈഥിലി. അമ്മായി ഒന്ന് നോർമലായിട്ട് വരുന്നതേ ഉള്ളൂ. കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് റിസ്ക് എടുത്ത് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അച്ഛനൊന്നും വരില്ല, അതെനിക്ക് ഉറപ്പാ.